പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ഒരു കാട്ടാന കിണറ്റിൽ വീണു. ആനയുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകി ഇപ്പോൾ ആ കാട്ടാന വീണ കിണറ്റിൻ്റെ ചുറ്റും നമ്മുടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട്. ഷിജോ കുര്യൻ ചേരുന്നു തത്സമയം. ഷിജോ, യഥാർത്ഥത്തിൽ ഈ കാട്ടാനയുടെ അവസ്ഥ എന്താ? കിണറ്റിൽ വീണ കാട്ടാനയ്ക്ക് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ? അത്യാവശ്യം ആഴമുള്ളൊരു കിണറാണ്. തന്നെ അതിന് തിരികെ കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കിണറ്റിൽ വെള്ളമില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പത്തനംതിട്ട തണ്ണിത്തോട് മേൽക്കണ്ടത്ത് ഒരാളുടെ പുരയിടത്തിലുണ്ടായിരുന്ന ഉപയോഗിക്കാത്ത കിണറ്റിലേക്ക് കാട്ടാന വീണത്. ഒരു പിടിയാനയാണ്, അധികം പ്രായമില്ലാത്ത ചെറിയ കാട്ടാനയാണ് കിണറ്റിൽ വീണതെന്നാണ് നമുക്ക് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിനോട് സമീപത്തായിട്ട് മറ്റൊരു കാട്ടാന കൂടി നിൽപ്പുണ്ട്. ഒരുപക്ഷെ രണ്ടെണ്ണം ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ അറിയാതെ കിണറ്റിലേക്ക് വീണതായിരിക്കും. എന്തായാലും വനപാലകർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്താനുള്ള ക്രമീകരണം തുടങ്ങിയിട്ടുണ്ട്. JCB അടക്കം എത്തിച്ചാൽ മാത്രമേ കാട്ടാനയെ കരയിലേക്ക് കയറ്റാൻ കഴിയുകയുള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്യാവശ്യം ആഴമുണ്ട്, തനിയെ കയറി വരാൻ കഴിയുകയില്ല. എന്നാലും നാട്ടുകാരും ഒക്കെ സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് പത്തനംതിട്ട തണ്ണിത്തോട് മേൽക്കണ്ടത്ത് കാട്ടാന കിണറ്റിൽ വീണത്. ഓരോ ദിവസവും നിരവധി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താറുമുണ്ട്. അങ്ങനെ ഈ കാട്ടാനശല്യം അതിരൂക്ഷമാണ് ഈ പ്രദേശങ്ങളിൽ. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.